അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിന്റെ അടയാളത്തിൽ മെയ് 24 തീയതി ശനിയാഴ്ച ഞാൻ നിന്നെ നിന്റെ കുടുംബത്തെ ആശീർവദിക്കുന്നു. നീ ഇറങ്ങിപ്പോകുന്ന നിന്റെ വീടിന്റെ എല്ലാ വാതായനങ്ങളിലും ഞാൻ കർത്താവിന്റെ നാമത്തിൽ കുരിശാലേഖനം ചെയ്യുന്നു. നീ അനുഗ്രഹിക്കപ്പെട്ടവനാകട്ടെ. നിന്റെ കുടുംബവും കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിൽ സമാധാനം ആശംസിക്കാൻ പറഞ്ഞ കർത്താവിന്റെ നാമത്തിലെ ഞാൻ ഈ സമയത്ത്, ഈ പ്രഭാതത്തിലെ നിന്റെ കുടുംബത്തിൽ സമാധാനം ആശംസിക്കുന്നു. കർത്താവെ, സമാധാനം ആ മക്കൾ അനുഭവിക്കുവാനും അതിൽ കുടികൊള്ളുവാനും ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. എവിടെ പോകുമ്പോഴും കർത്താവ് നിന്റെ വചനത്തിനനുസരിച്ച് ജീവിക്കുവാനും വചനത്തിൽ തെറ്റിപ്പിരിഞ്ഞ് പടല പിരിഞ്ഞ് പോകാതിരിക്കാനും കർത്താവെ, അങ്ങ് കിറൂബുകളുടെ സംരക്ഷണം അങ്ങയുടെ മക്കൾക്ക് നൽകണം പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇന്ന് കണ്ടുമുട്ടുന്ന വ്യക്തികൾ നീ ആശീർവദിക്കണമേ. കർത്താവെ, ഇന്ന് മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി, ജോലി കാര്യങ്ങൾക്ക് വേണ്ടി, സ്വദേശത്തും വിദേശത്തും മക്കൾ സഞ്ചരിക്കും, അവർക്ക് വേണ്ടി വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാരുടെ പ്രാർത്ഥനകളാണ് കർത്താവ്. ആ കണ്ണീരിനെ നീ രക്തങ്ങളാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് സ്വീകാര്യമാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പലരും പ്രാർത്ഥിക്കുമ്പോഴേ അവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് നേടിയെടുക്കേണ്ട കഴിവോ കൃപയോ ശക്തിയോ അവർക്കില്ല. കർത്താവ്, ഞങ്ങൾ നിന്റെ പീഡാനുഭവത്തിന് ശക്തിയാൽ, കുരിശുമണ്ഡലത്തിന് ശക്തിയാൽ, അതിനേക്കാൾ വരുന്ന ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തിയാൽ അങ്ങയുടെ മക്കളുടെ പ്രാർത്ഥനകൾ ചെവിക്കൊള്ളുകയും മാതാവിന്റെ മധ്യസ്ഥത അവ സ്വീകരിക്കപ്പെടുകയും ദൈവത്തിന്റെ കണ്ണീരുടെ അവർ വിതക്കാനുള്ള വിത്തുമായി പോകുന്നു. അവരെ ജയഘോഷത്തോടെ കൊയ്തക്കറ്റയുമായിട്ട് വരുന്നു എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ വചനം ഇന്ന് നിന്റെ ജീവിതത്തിൽ പാലിക്കുകയും നീ രാത്രി തിരിച്ചു വരുമ്പോൾ സന്തോഷത്തോടെ തിരിച്ചു വരുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ
ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ തെളിഞ്ഞു മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ മക്കളെ, ഉടമ്പടിക്ക് ചില പരാധീനതകളുണ്ട്. നിങ്ങളുടെ ഉടമ്പടി ജീവിതത്തെ ബൂസ്റ്റ് ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഡെയിലി ബ്രെഡ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. പിന്നെ നിങ്ങളുടെ ഇന്നത്തെ ലൈഫിനെ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ 2 കാര്യങ്ങളാണ്. ഇപ്പം ചെറിയൊരു സന്ദേശമേ തരത്തുള്ളൂ, ഒരു ക്യാപ്സ്യൂൾ പോലെ സന്ദേശം. ഇപ്പം എന്താ അച്ഛൻ പറഞ്ഞ വെച്ചാൽ, ഉടമ്പടിക്ക് ഉടമ്പടി വിജയിക്കണമെങ്കിൽ ഉടമ്പടി വില്ലന്മാരെ നമ്മൾ ശ്രദ്ധിക്കണം. ഉടമ്പടിയിലുള്ള വില്ലന്മാരാണ് ഉടമ്പടിയുടെ കാര്യങ്ങൾ താമസിപ്പിക്കണത്. ഇപ്പം കഥകളൊക്കെ വരുമ്പോൾ ഹീറോയും വില്ലനും ഇല്ലേ, ഇതുപോലെ തന്നെ ഈ വില്ലൻ എപ്പോഴും ഹീറോയുടെ മുന്നേറ്റങ്ങളെ തടയും. ഉടമ്പടിക്കും വില്ലനുണ്ട്, അത് ഈ ഹീറോയുടെ മുന്നേറ്റങ്ങളെ തടയുന്നുണ്ട്. ഇപ്പോൾ എബ്രഹാത്തിന്റെ ഉടമ്പടി ഹീറോ ആരാണ്? എബ്രഹാം തന്നെ ഹീറോ. പക്ഷേ എബ്രഹാത്തിനോട് എന്താ പറയണത്? ഈ ആകാശത്തെ നക്ഷത്രങ്ങളെ പോലെ അല്ലേ, ഭൂമിയിലെ മഴത്തരികളെ പോലെ ഞാൻ നിനക്ക് കുഞ്ഞുങ്ങളെ തരുമെന്നല്ലേ പറയണത്. പക്ഷെ ഒരു കുഞ്ഞിനെ കിട്ടാൻ തന്നെ എബ്രഹാത്തിന് 25 കൊല്ലം ലാഗ് ചെയ്യേണ്ടി വന്നു. അതെന്താ കാരണം? ആ വില്ലൻ ഉണ്ടായിട്ടാണ്. ആരാ വില്ലൻ അതിൻ്റെ അകത്ത്? 2 വില്ലനും വില്ലത്തിയും ഉണ്ട് അതിൻ്റെ അകത്ത്. ഇതുപോലെ തന്നെ അപ്പൊ നിങ്ങൾക്ക് ആരാണ് എബ്രഹാത്തിന്റെ ഉടമ്പടി വില്ലൻ എന്നൊക്കെ പറയാം. പിന്നെ ഒരാളുണ്ടായിരുന്നേ, ഈ മോസസും ദൈവമായിട്ട് എന്നാ ഒരു സൗമ്യത ബന്ധമാണ്. പക്ഷെ ആ ബന്ധം ഉണ്ടായപ്പോഴും മോസസിനും ഈ ജനങ്ങൾക്കും കുറേ വർഷങ്ങൾ, 40 വർഷം കഴിഞ്ഞിട്ടാണ് അവര് വാഗ്ദാന നാട് ലക്ഷ്യം പ്രാപിക്കുന്നത്. വേണമെങ്കിൽ 40 ദിവസം കൊണ്ട് പ്രാപിക്കാവുന്ന കാര്യമേ ഉള്ളത്, പക്ഷെ താമസിക്കുന്നു. അവിടെ വില്ലനായിട്ട് പ്രവർത്തിക്കുന്ന ആരാണെന്നറിയാം? അഹ്റോൻ വില്ലനാണ്, ജനങ്ങളും വില്ലത്തരം കാണിക്കും. 2 വില്ലന്മാരുണ്ട്. ജനങ്ങളെപ്പോഴും വില്ലത്തരം കാണിക്കും. ദൈവത്തിൻ്റെ വചനങ്ങളെ മറത്തു നിൽക്കുന്നുണ്ടല്ലേ. ഇപ്പം കർത്താവിൻ്റെ ജീവിതത്തിൽ ഹീറോ കർത്താവാണ്. കവനന്റിലെ വില്ലനുണ്ട്. ആരാണ്? ആ മരുഭൂമി പ്രത്യക്ഷപ്പെട്ട പിശാചില്ലേ, അയാളാണ് വില്ലൻ. അതിൻ്റെ അകത്ത് ആ വില്ലൻ അന്ത്യത്താഴത്തിന്റെ ഉടമ്പടി സമയത്ത് വില്ലനുണ്ട്. യുദാസിന്റെ ഒക്കെ പ്രവചകർ കണ്ടിട്ടില്ലേ? അപ്പൊ എപ്പോഴും ഉടമ്പടിക്ക് ഒരു വില്ലനെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അവര് എന്ത് ചെയ്യും? അവര് മത്സരം നടക്കും. ഉടമ്പടി പാലിക്കപ്പെടാതിരിക്കാൻ വേണ്ടി എപ്പോഴും അവര് ഗുസ്തി നടക്കും, മത്സരം. അതുകൊണ്ട് ഈശോ പറയും, ദൈവരാജ്യം ബലവശമാണ്. വില്ലനുള്ളതുകൊണ്ട് അങ്ങനെ പറയണേ. മത്തായി 11:12. സ്നാപക യോഹന്നാന്റെ നാളുകൾ മുതൽ, സ്നാപകയോഹന്നാന്റെ കാലം മുതൽ ഇന്ന് വരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു. ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു. അപ്പൊ ലക്ഷ്യം പ്രാപിക്കുക. ഉടമ്പടി ലക്ഷ്യം പ്രാപിക്കുന്നതിന് ഒരു ബലം നമുക്ക് ആവശ്യമാണ്. ഈ ബലം നമ്മൾ നേടുന്നത് വിശ്വസ്തയോടെയുള്ള ഉടമ്പടി ജീവിതത്തിലൂടെയാണ്. മനസ്സിലായി? ഇപ്പൊ പ്രേക്ഷിത പ്രവർത്തനം, ആൾക്കാരൊക്കെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ അഡ്വാൻസ് രൂപങ്ങളാണ് ഇപ്പൊ കാണുന്നത്. അവരവരുടെ സാക്ഷ്യങ്ങൾ പറഞ്ഞ ആൾക്കാർക്ക് കൊടുക്കുന്നു, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സാക്ഷ്യം പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ വിശ്വാസ കൈമാറ്റം ഏത് വെയിലത്തും മഴയത്തും ചെയ്തുകൊണ്ട് തന്നെയാണ് ആൾക്കാർ ബലം പ്രാപിക്കുന്നത്. സാക്ഷ്യജീവിതമാണ് ബലം പ്രാപിക്കാൻ ഏറ്റവും നല്ലത്. കാര്യം വില്ലനുള്ള കാരണം നമുക്ക് ഇപ്പം പ്രാർത്ഥനാ ജീവിതം, അതുപോലെ തന്നെ സാക്ഷ്യജീവിതം, അതിന് സുവിശേഷ കൈമാറ്റം,
ഉപവിപ്രവർത്തനങ്ങളൊക്കെയാണ് ബലം നമുക്ക് തരണത്. അപ്പം അതുകൊണ്ട് ഈ ബലത്തിൽ വരുമ്പോൾ പിശാച് അല്ലെങ്കിൽ ഉടമ്പടിക്കെതിരെ നിൽക്കുന്ന ശക്തികളെ നഷ്ടധൈര്യമായി പോകും. അപ്പോൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് ആണ് ഉടമ്പടി വിജയിപ്പിക്കുന്നത്. അപ്പം നമ്മളെ ദൈവം ഉദ്ദേശിക്കുന്നത്, ഉടമ്പടി കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലക്ഷ്യങ്ങൾ സാധിക്കുന്നതിനേക്കാൾ ഉപരി നമ്മളെ ആധ്യാത്മികമായി ബലപ്പെടുത്തുക കൂടി ഉടമ്പടി ലക്ഷ്യമുണ്ട്. അപ്പം അതുകൊണ്ട് സൂക്ഷിച്ച് വേണം. എല്ലാത്തിൻ്റെയും ഒരു മുന്നോട്ട് പോകുന്നില്ല എന്ന് കണ്ടാൽ, നിയോഗങ്ങൾ നിറവേറാൻ താമസിക്കുന്നു എന്ന് കണ്ടാൽ, നിങ്ങൾ ഉടനെ ചെയ്യേണ്ടത് ബലം പ്രാപിക്കാൻ നോക്കണം. സാക്ഷ്യ ജീവിതത്തിൽ ബലം പ്രാപിക്കണം, പ്രാർത്ഥനാ ജീവിതത്തിൽ ബലം പ്രാപിക്കണം, സുവിശേഷ വിശ്വാസ കൈമാറ്റത്തിലൂടെ ബലം പ്രാപിക്കണം. നിങ്ങളുടെ ഭാഗം ക്ലിയർ ഔട്ട് ചെയ്യണം. അപ്പം ബലം പ്രാപിക്കും. അപ്പോൾ പിന്നെ എന്നാ സംഭവിക്കണമെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് വില്ലത്തരങ്ങളുള്ളവരെല്ലാം ഒഴിഞ്ഞു മാറും. ഇപ്പം എബ്രാഹത്തിൻ്റെ ഉടമ്പടിയിൽ ലോത്ത് ഒരു വില്ലനായിരുന്നു, സാറ ഒരു വില്ലനായിരുന്നു. ഞാൻ പറയും എബ്രാഹാം ഈ വില്ലന്മാരിൽ കാര്യം ലോത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സമ്മർദ്ദമുണ്ട്. ഈ സമ്മർദ്ദത്തെ പ്രതിരോധിക്കാനുള്ള സാറയുടെ നടപടിക്രമങ്ങളാണ് ഈ എബ്രാഹത്തെ ദൈവത്തിൻ്റെ കുഞ്ഞിനെ കാത്തിരിക്കണ മുമ്പ് ഹാഗറിനെ പ്രാപിക്കാൻ പ്രേരിപ്പിച്ചത്. ആദ്യത്തെ ലോത്ത് ശക്തിപ്പെട്ട് എബ്രാഹാം മരിച്ചു പോവുകയും ലോത്തിൻ്റെ കയ്യിൽ സ്വത്ത് അകപ്പെട്ടു പോയാൽ സാറയുടെ ജീവിതം പ്രതിരോധത്തിലാകുന്നത് കണ്ടിട്ട് അവരുടെ സ്വന്തമായിട്ടുള്ള സെക്യൂരിറ്റിക്ക് വേണ്ടി എബ്രാഹത്തിന് ദുർവിനിയോഗിച്ചാണ് സാറ. പക്ഷെ അത് ദൈവഹിതമല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പം അതുകൊണ്ട് തന്നെയാണ് അത്രയും ലാഗ് ചെയ്യണം, താമസിച്ച് നിങ്ങളുടെ പല കാര്യങ്ങളും താമസിക്കുന്നുണ്ടെങ്കിൽ ഓർക്കേണ്ട ഇതാണത്. കാര്യം ഞാൻ പറയുന്നതായിട്ട് വിഷയമായിട്ട് ഒത്തുപോകുന്നുണ്ടോ എന്ന് നോക്കണം. കാര്യം ഉടമ്പടി വില്ലനെ നിങ്ങൾ കണ്ടെത്തണം. കർത്താവിൻ്റെ വചനം പാലിച്ച് ജീവിക്കുന്നതിനും നിങ്ങളെ തടസ്സപ്പെടുന്ന വ്യക്തികളെ കണ്ടെത്തിയിട്ട് ആ തടസ്സം മാറ്റി മുന്നോട്ട് പോകണം. ഞാൻ എപ്പോഴും വെളുപ്പിനെ 3 മണിക്കുമൊക്കെ എണീറ്റിരുന്ന് ബൈബിള് വായിക്കും. ബൈബിള് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില സമയങ്ങളിൽ ചില വചനങ്ങളൊക്കെ മനസ്സിൽ തട്ടും. എങ്കിലും മിക്ക ദിവസവും പിന്നീട് അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് അമ്മ പറഞ്ഞു തരും. ഞാൻ ചോദിച്ചു, ഈ ബൾബ് എവിടുന്നാണ് നിർമ്മിക്കുന്നത്, ഇത് എവിടുന്ന് കിട്ടും, ഒരു മലയാളീനെ വേണമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എനിക്ക് പത്തനംതിട്ട എന്ന് കാണിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, പത്തനംതിട്ടയോ? അപ്പോൾ അമ്മ പറഞ്ഞു, പത്തനംതിട്ട എന്ന് പറഞ്ഞു. പിന്നെ അമ്മ പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെ അന്വേഷിക്കും? പിന്നെ മക്കളും ചേട്ടായും കൂടി സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെ ഒരു വ്യക്തിയുണ്ട്, അവിടെ ഒരു ഇതുണ്ട്. അപ്പോൾ ഷിജു എന്ന് പറഞ്ഞ. എന്നിട്ട് പിന്നെ ആ വ്യക്തിയോട് ഞങ്ങൾ വിളിച്ച് ചോദിച്ചു. അപ്പോൾ വിളിച്ച് ചോദിച്ചപ്പം ആ വ്യക്തി പറഞ്ഞു, നിങ്ങളുടെ പേരിൽ തന്നെ ഒക്കെ അടിക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പറയുന്ന പേരിട്ട് അടിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പൈസയാകും. അതിനേക്കാളും ഭേദം മറ്റൊരാളുടെ പിന്നെ ഞങ്ങളാക്കി തരാം, ഞങ്ങൾ അടിക്കുന്നത് എടുത്തു തരാം, അത് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അമ്മയോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ജീവിത വരുമാനം കിട്ടിയാൽ അമ്മയുടെ പേരിട്ടിട്ട് ഞങ്ങൾ ആ സംരംഭം തുടങ്ങുകയുള്ളൂ എന്ന്. അന്നേരം ഞാൻ പറഞ്ഞു പറ്റത്തില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഒന്നും കൂടി ആലോചിച്ചു. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പേര്, കൃപ, ഞങ്ങളുടെ ബൾബിൻ്റെ പേര് കൃപ എന്ന പേരിലൊന്ന് അടിച്ചു തരുമോ എന്ന് ചോദിച്ചു. അന്ന് വൈകുന്നേരം തന്നെ ആ മോൻ, രാവിലെ പറ്റിയല്ല എന്ന് പറഞ്ഞാൽ മോൻ പറഞ്ഞു, ചെയ്ത് തരാമെന്ന് പറയുന്നു. ആ കുട്ടി ഞങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. പക്ഷെ ആ സമയത്ത് പൈസയില്ല, ഞങ്ങളുടെ കയ്യിൽ ഒരു പൈസയില്ല. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു, ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കും 7 ദിവസം. അങ്ങനെ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ പൈസ 1 രൂപ പോലും ഇല്ല, 0 ബാലൻസ്, എന്താ ചെയ്യുക? അപ്പം അമ്മ പറഞ്ഞു, നിൻ്റെ വീട്ടിലുണ്ട്
എന്നിങ്ങനെ തന്നെ അമ്മ എന്നോട് പറയണത്. അമ്മ വരും ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞു തരിക. അപ്പം ഞാൻ പറഞ്ഞു വീട്ടിലോ? ഞാൻ നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല. അവസാനം എൻ്റെ കയ്യിൽ ഒരു വള കിടപ്പുണ്ട്. ആകെ ഒരു വള മാത്രമേ കയ്യിലുള്ളൂ. ആ വള പൊട്ടിയത് കൊണ്ട് അത് എടുക്കാതെ ഊരാതിരുന്ന വളയാണ്. അപ്പോൾ തോന്നി അതേ ഉള്ളൂ ഇവിടെ. അപ്പോൾ വള തന്നെ. ഉടനെ ഞാൻ വള വിറ്റു. വള വിറ്റ് കഴിഞ്ഞ് പൈസ തികയോ ഇല്ലയോ എന്ന് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ആ വള വിറ്റപ്പോൾ അവർ പറഞ്ഞ അത്രയും പൈസയും ആ വള വിറ്റ് ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾ സാധനം എല്ലാം റെഡിയാക്കി ഇറക്കി. അത് കഴിഞ്ഞ് പിന്നെ അവരോട് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ പെട്ടെന്നൊന്നും അവർ ശരിയാക്കി തരില്ല, 10-20 ദിവസം പിടിക്കുമെന്ന് പറഞ്ഞു. പിന്നെ ലൈസൻസ് എടുക്കണമെന്നൊരാഗ്രഹം ഉണ്ടായി ഞങ്ങൾക്ക്. അങ്ങനെ പഞ്ചായത്തിൽ പോയി. പഞ്ചായത്തിൽ ചെന്ന് കഴിഞ്ഞപ്പം അവർ പറഞ്ഞു, അവരിങ്ങനത്തെ ഒന്നും കേട്ടിട്ടില്ല, നമ്മുടെ മാനന്തവാടിയിൽ ഇല്ലയെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ പഞ്ചായത്തിൽ അവർ ആലോചിച്ചു. പെട്ടെന്ന് അവരോട് ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെയാണ് സംഭവങ്ങൾ, പറ്റുമെന്ന് ചോദിച്ചു. പിറ്റേ ദിവസം വരാൻ പറഞ്ഞു. പിറ്റേ ദിവസം ചെന്നു. നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. അമ്മ മാത്രമാണ്, ഞങ്ങൾക്ക് വേറെ ആരും കൂട്ടില്ലായിരുന്നു. ഞങ്ങളുടെ അമ്മ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങളുടെ അമ്മയെ ഞാൻ മുറുകെ പിടിച്ചാൽ പോകുന്നിടത്തെല്ലാം പോകുന്നത്. ആ അമ്മ മാത്രമേ ഞങ്ങളെ സഹായിക്കാനുണ്ടായിരുന്നുള്ളൂ. അന്ന് തന്നെ ഞങ്ങൾക്ക് ചെല്ലാൻ പറഞ്ഞ അന്ന് തന്നെ ഞങ്ങൾക്ക് പാക്കിംഗ് ലൈസൻസ് അത് കിട്ടി. അതിനുശേഷം ഞങ്ങൾക്ക് തിരുവനന്തപുരത്തെ വ്യവസായ വകുപ്പിൽ നിന്ന് ലൈസൻസ് എടുക്കണമായിരുന്നു. അപ്പം അത് വേണം. അമ്മയോട് ഞാൻ ചോദിച്ചു ഇനി എന്താ ചെയ്യുക അമ്മേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ആ പഞ്ചായത്തിൽ തന്നെ ചെല്ലുക, അവർ തന്നെ അത് ശരിയാക്കി അവരോട് പറയും എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം പഞ്ചായത്തിൽ പോയി ആ പേപ്പർ ശരിയാക്കാൻ വേണ്ടി വ്യവസായ വകുപ്പിലോട്ട്. അതും അമ്മ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം വ്യവസായ വകുപ്പിൽ നിന്ന് വിളിക്കുന്നു. പിന്നെ ഒരു നമ്പർ മാറിപ്പോയിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞ്. അപ്പം ഞങ്ങൾ ഈ നമ്പർ ശരിയാക്കി അയച്ചു. പക്ഷെ 3 മാസം കഴിഞ്ഞാൽ അത് കൈ കിട്ടുള്ളൂ എന്നൊക്കെയാണ് ഞങ്ങളോട് പറഞ്ഞിരുന്നത്. പക്ഷെ അമ്മ ഇടപെട്ടിട്ട് അത് കൊടുത്ത് ഇത് തിരുത്തി 3-ാം പക്കം അതിൻ്റെ പ്രിൻ്റ്, ലൈസൻസിൻ്റെ പ്രിൻ്റ് ഞങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് തന്നു. അത് കിട്ടി. ഇവിടെ കൊണ്ടുവന്ന് ഞാൻ പ്രാർത്ഥിച്ച് അമ്മയ്ക്ക് സമർപ്പിച്ചതിന് ശേഷം അമ്മയുടെ ആ വലിയ അനുഗ്രഹത്തിന് നന്ദി പറയാനായിട്ട് ഞാനിവിടെ വന്നു. അമ്മയോട് എല്ലാ പേപ്പേഴ്സും അമ്മയ്ക്ക് സമർപ്പിച്ചു, പ്രാർത്ഥിച്ച് അച്ഛനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് ഞങ്ങൾ കൊണ്ടുപോയി. അതിന് ശേഷം ഞങ്ങളുടെ സംരംഭം തുടങ്ങി, ബൾബ് നിർമ്മാണം തുടങ്ങി. ഇപ്പോൾ ധാരാളം ഓർഡറുകൾ കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക്. ഇഷ്ടംപോലെ ഓർഡറുകൾ ഈ ജില്ലയിൽ നിന്ന് മാത്രമല്ല മറ്റു പല ജില്ലകളിൽ നിന്നും ഇപ്പം ഞങ്ങൾക്ക് ഓർഡറുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. 1 കോടി നമുക്കാർക്കും സാധിക്കുകയില്ല. ഞങ്ങൾ എൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് ആരും സഹായിക്കാനൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഉറപ്പാണ് ഞങ്ങളുടെ അമ്മയാണ് ഞങ്ങൾക്ക് ഇതെല്ലാം ഇത്ര പെട്ടെന്ന് ഉടനടി ഞങ്ങളുടെ കാര്യങ്ങൾ ചെയ്തു തന്നത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. 1 കോടി നന്ദി ഞാൻ എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും പറയുന്നു. അതുപോലെ തന്നെ അടുത്തത് ഒരു ലോണിന് ഓർഡറുകൾ ഒരുപാട് വന്നപ്പോൾ ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല. ഒരു ലോണിന് വേണ്ടി ഞങ്ങൾ 1.5 മാസത്തോളം പല സ്ഥലങ്ങളിലും കയറി ഇറങ്ങി. പല കാരണങ്ങളാൽ അത് മുടങ്ങിപ്പോവുക. അങ്ങനെ ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മ ഇനി എന്ത് ചെയ്യും? അപ്പം അമ്മ എന്നോട് പറഞ്ഞു എനിക്ക് കുടുംബശ്രീന്ന് കാണിച്ചു തന്നു. അപ്പോൾ എനിക്ക് അതുമായിട്ട് ലോണുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. അപ്പോൾ അമ്മ പറഞ്ഞു കുടുംബശ്രീന്ന് മാത്രം കാണിച്ചു തന്നു. അങ്ങനെ ഞാൻ എൻ്റെ കുടുംബശ്രീയിലുള്ള ഒരാളെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു നീ ഇന്ന സ്ഥലത്ത് പോയി കഴിയുമ്പോൾ ലോണ് കിട്ടും, നീ ഒന്ന് അന്വേഷിച്ച് നോക്ക്, ഇപ്പം കിട്ടുമോയെന്ന് അറിയില്ല, എന്നാലും 1 മാസം 1.5 മാസത്തിനകം നിങ്ങൾക്ക് കിട്ടും ബൾബ് എടുക്കാനുള്ള പൈസ, അപ്പോഴേക്കും തിരിച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, ഞങ്ങൾ ആ സാറിനെ വിളിച്ചു ചെല്ലാൻ പറഞ്ഞു. ഞങ്ങൾ ചെല്ലുന്നു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തുടങ്ങി എൻ്റെ കയ്യിൽ എൻ്റെ ഉടമ്പടി കാശുരൂപമുണ്ട്, എൻ്റെ അമ്മ എൻ്റെ കൂടെയുണ്ട്. അതുപോലെ ഉപ്പ്, ഞാൻ ആ ബാങ്കിൽ ചെന്നു. ഞാൻ ഇച്ചിരി ഉപ്പ്, എനിക്കൊരു ധൈര്യമില്ല പറയാനൊന്നും.
എങ്ങനെയാണ് മാനേജർ, അങ്ങനെയൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. അങ്ങനെ ഒന്നും വലിയ ആളോടൊന്നും എനിക്കറിയില്ല ഇടപെടാൻ. അപ്പോൾ ഞാനൊരു സ്വല്പം ഉപ്പ് വായിലിട്ടു, വിശ്വാസ പ്രമാണം ചൊല്ലി ഒരിച്ചിരി ഉപ്പ് എടുത്തിട്ട് ഞാൻ മാനേജരിരിക്കുന്ന ആ സ്ഥലത്ത് അതിൻ്റെ പുറം ഭാഗത്തായി ആരും ചവിട്ടാതെ ഒരല്പം ഉപ്പ് അവിടെയും ഞാനിട്ടു. എന്നിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിയിരുന്നു. അപ്പം സാറ് പറഞ്ഞു, ആദ്യം ഞങ്ങളോട് ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പം ഇത്തിരി കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു, ഞങ്ങളെ വിളിച്ചിട്ട് എന്തെടുക്കുമായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. നിങ്ങളുടെ കാര്യം പരിഗണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു സാറ്. അത് വലിയൊരു അനുഭവമായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ 2-3 ദിവസം കഴിഞ്ഞിട്ട് 7-ാം തീയതി ഞാൻ ഡേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് 8-ാം തീയതിക്കുള്ളിൽ 2 ലക്ഷം രൂപ കിട്ടണം. അത് കിട്ടിയാലേ എനിക്ക് എൻ്റെ ഓർഡർ എടുക്കാൻ പറ്റുള്ളൂ. അവർക്ക് പൈസ അടയ്ക്കണം. അങ്ങനെ തന്നെ 7-ാം തീയതി ആയി. 7-ാം തീയതി സാറ് വിളിച്ചു പറഞ്ഞു, തിരക്കാണ്, നിങ്ങൾ വരണ്ട, ഇതിനേക്കാളും മുന്നേ ഉള്ളവരുടെയൊക്കെ കൊടുക്കാനുണ്ട് എന്ന് ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ ചെറിയൊരു വിഷമം വന്നു. പക്ഷേ പ്രതീക്ഷ കൈവിട്ടില്ല. എൻ്റെ അമ്മ കൂടെയുണ്ടല്ലോ, അമ്മ ചെയ്ത് തന്ന കാര്യമല്ലേ, അപ്പം പിന്നെ എന്തിനാ പേടിക്കുന്നത്? ധൈര്യപൂർവ്വം വൈകുന്നേരം 7 മണി കഴിഞ്ഞപ്പോൾ സാറ് വിളിക്കുന്നു, നിങ്ങൾ 1 മണിയോടുകൂടി 1 മണിയോടുകൂടി നിങ്ങൾ ബാങ്കിലോട്ട് വായോ, ലോണിൻ്റെ കാര്യം നമുക്ക് നോക്കാം എന്ന് പറയുന്നു. പിറ്റേ ദിവസം ഞങ്ങൾ പോയി 8-ാം തീയതി 11:30 മണിയായപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. പക്ഷേ ഞങ്ങൾ താഴെ നിന്നു. 12:30 എന്നാണല്ലോ പറഞ്ഞേ. അപ്പോൾ 12 മണിയായപ്പോൾ ഞങ്ങൾ കയറി ചെന്നപ്പോൾ സാറ് പറഞ്ഞു, ഒന്നും ആയിട്ടില്ല, ഇപ്പോൾ ഒന്നും ആകിയല്ല, നിങ്ങൾ കുറേ കഴിഞ്ഞിട്ട് വന്നാൽ മതി, താഴെ എവിടെയെങ്കിലും പോയിരുന്നോ പറഞ്ഞു. അപ്പം ഞങ്ങൾ താഴെ പോയിരുന്നു. 2 മണി കഴിഞ്ഞു, 2:30 കഴിഞ്ഞു, 3 കഴിഞ്ഞു, സാറ് വിളിക്കുന്നില്ല, ആരും വിളിക്കുന്നില്ല. ആകെ വിഷമായി. ഞങ്ങൾ എന്നിട്ട് കയറി ഓഫീസിൽ ചെന്നു. ബാങ്കിൽ ചെന്ന് കഴിഞ്ഞപ്പം സാറ് പറഞ്ഞു, കുറേ വർക്കുകളുണ്ട്, അത് കഴിയട്ടെ, നോക്കാം എന്ന് പറഞ്ഞു. പക്ഷെ ഒരിക്കലും എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു. സാറ് നോക്കാം എന്ന് പറഞ്ഞാലും നമ്മുടെ ലോൺ പരിഗണിച്ചു എന്ന് പറഞ്ഞാലും സാർ അപ്പം തന്നെ പൈസ തരും അങ്ങനെയൊന്നും ഞങ്ങൾക്കറിയാം. ഞങ്ങൾ അക്കൗണ്ട് എടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ ഒരു സംഭവം അവിടെ നടത്തിയിട്ടില്ല. ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി എൻ്റെ അമ്മ കൂടെ ഉള്ളപ്പോൾ എന്തിനാ ഭയപ്പെടുന്നത്? 4 മണിയായി, 4:30 അപ്പോൾ സാറ് പറഞ്ഞു, ഓരോരോ പേപ്പറിലായിട്ട് ഞങ്ങളോട് ഒപ്പിടാൻ പറഞ്ഞ് ഞങ്ങളെ വിളിച്ചു. ഞങ്ങളുടെ ലോൺ പാസ്സാക്കി. പക്ഷേ പൈസ അപ്പം റെഡി ക്യാഷ് തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഓർത്തു 2-3 ദിവസം കഴിഞ്ഞിട്ടായാലും മതി, കുഴപ്പമില്ല, ഒപ്പൊക്കെ ഇട്ട് ലോൺ പാസ്സാക്കുമല്ലോ എന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, പാസ്ബുക്കിനേക്കാളും മുൻപേ എനിക്ക് 2 ലക്ഷം രൂപ എൻ്റെ കയ്യിലോട്ട് തരികയാണ് ചെയ്തത്. അവിടെ എൻ്റെ അമ്മ ഇടപെട്ട ആ ഇടപെടൽ ഒരിക്കലും എങ്ങനെയാണ് വിവരിക്കേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല. എൻ്റെ ഹൃദയത്തിൽ തട്ടിയാണോ, ജീവിക്കണോ മരിക്കണോ എന്നുള്ള അവസ്ഥയായിപ്പോയി. കാരണം ഒരിക്കലും ഞങ്ങൾക്ക് വേറെ മാർഗമില്ല. അതുകൊണ്ടാണ് 2 ലക്ഷം തന്നെ വേണം. സാറപ്പം ഒരു വാക്ക് പറഞ്ഞായിരുന്നു, 1 ലക്ഷം രൂപയാണെങ്കിൽ വേഗം തരാമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, പറ്റില്ല, എനിക്ക് 2 തന്നെ വേണം, എനിക്ക് സാധനങ്ങൾ ഓർഡർ കൊടുക്കണമെങ്കിൽ അത്രയും പൈസ വേണം എന്ന് ഞാൻ സാറിനോട് പറഞ്ഞുതരാം. അപ്പോൾ സാറ് അപ്പോഴും എന്നെ വിളിച്ചു. 4 മണിയായപ്പോൾ എന്നെ ഒപ്പിടാൻ ആയിട്ടില്ല എന്ന് പറയാനായിട്ട് വിളിച്ചപ്പോഴും പറഞ്ഞു, സിന്ധു 1 ലക്ഷം രൂപയാണെങ്കിൽ ഇപ്പം തരാം, അല്ലാതെ തരാൻ പറ്റില്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ 1 ലക്ഷം അല്ല, എനിക്ക് 2 ലക്ഷം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ അമ്മേനെ മുറുക്കെ പിടിച്ചു. ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ എന്നെ കൈവിടില്ല, എനിക്ക് ഉറപ്പാണ്. ഞാൻ കൃപാസനത്തിൽ പോയി അമ്മ ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം, അമ്മേ എനിക്ക് 2 ലക്ഷം രൂപയും തരണം എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. റെഡി കാഷ് 2 ലക്ഷം രൂപ ആദ്യം തന്നു. അത് കഴിഞ്ഞാണ് പാസ്ബുക്കിൽ അവർ അടിച്ചു തന്നതും ഫോട്ടോ ഒട്ടിച്ചതും ഞങ്ങളുടെ നിന്ന് ഫോട്ടോ വാങ്ങിയതും എല്ലാം. ഇതൊക്കെ വലിയൊരു അനുഗ്രഹമായി. ഞങ്ങളുടെ അമ്മ, നമ്മുടെ എല്ലാവരുടെയും അമ്മ, കൃപാസന അമ്മ നമുക്ക് ചെയ്ത് തരുന്ന വലിയ വലിയ അനുഗ്രഹം. ഒന്നുമില്ലാത്തവരാണ് ഞങ്ങൾ. പക്ഷേ ഇന്ന് ഞങ്ങൾ ദൈവത്തിലെ ഒരുപാട് വിശ്വാസം ഞങ്ങൾക്ക് ഈ ഉടമ്പടി എടുത്തതിലൂടെ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് പ്രാർത്ഥിക്കും, നല്ലോണം പ്രാർത്ഥിക്കും, കുറേ ചെല്ലും. പക്ഷെ ആഴം വിശ്വാസവും അങ്ങനെയൊന്നും ഞങ്ങൾക്കില്ല.
കുറേ ചെല്ലും, എന്തൊക്കെയോ ചൊല്ലിക്കൂട്ടും. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങളെല്ലാവരും, പണ്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ചേട്ടായി പണിക്ക് പോയി എപ്പോഴെങ്കിലും വന്ന ഒരു ഞായറാഴ്ചയൊക്കെയോ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഞാനിവിടെ ഉടമ്പടി വെച്ചപ്പോൾ ഇത്ര കാര്യം പറഞ്ഞായിരുന്നു. ഞങ്ങൾക്ക് 4 പേർക്കും ഒരുമിച്ചിരുന്ന് കുടുംബ പ്രാർത്ഥന ചെല്ലാനും കൂടി ഒരവസരം ഒരുക്കി തരണം. അതനുസരിച്ച് ഞങ്ങളുടെ ജോലി എൻ്റെ ചേട്ടായുടെ ക്രമീകരിച്ച് തരണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. മക്കൾക്ക് പ്രാർത്ഥിക്കാൻ ആദ്യം നല്ല ഇഷ്ടമായിരുന്നു. പിന്നീട് അവർ ഉഴപ്പിത്തുടങ്ങി. ഉടമ്പടി എടുത്തതിന് ശേഷം ഒരൊറ്റ ദിവസമില്ലാതെ മക്കളും ഞങ്ങളുടെ ഒപ്പം എണീറ്റ് നല്ല വിശ്വാസത്തോടെ രാവിലെ തന്നെ 4:45 അലാറം വെച്ച് മക്കൾ എണീറ്റ് വളരെ മനോഹരമായി മക്കൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും ഞങ്ങളുടെ ഒപ്പം. ഞാനിച്ചിരി താമസിച്ചാലും മക്കൾ ഓടി വന്ന് ചൊല്ലും. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു. അതുപോലെ ഞങ്ങൾക്ക് കിട്ടിയ ഈ അനുഗ്രഹങ്ങളൊക്കെ ചെറുതും വലുതുമാണെങ്കിലും ഞങ്ങൾ ഇതൊക്കെ മറ്റുള്ളവരോട് പറയുകയൊക്കെ ചെയ്തു. കുറേ പേര് കോഴിക്കോട് ജില്ലയിൽ നിന്നൊക്കെ കുറേ പേര്, എൻ്റെ വീട് കോഴിക്കോടാണ്, അവിടെ നിന്നൊക്കെ കുറേ പേര് ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും അവർക്കൊക്കെ നല്ല നല്ല അനുഭവം കിട്ടിയെന്ന് പറയുകയും ചെയ്തു. ദൈവത്തിന് 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ മറ്റൊരു ചെറിയ കാര്യം, ചെറുതല്ല വലിയ കാര്യം തന്നെ, എൻ്റെ നാത്തൂൻ്റെ മകൾക്ക് അമേരിക്കയിൽ നിന്ന് വന്നതായിരുന്നു. അവർക്ക് ഓസ്ട്രേലിയക്ക് പോകണമെന്ന് പറഞ്ഞു. പക്ഷേ വിസ അവൾക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ, കുടുംബത്തോടെ പോകണം. ചെറിയ കുട്ടിയുണ്ട്, വിസ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാനത് ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നു. ഉടമ്പടി എടുത്തു. 3-ാമത്തെ ദിവസം അവർക്ക് കുടുംബത്തോടെ പോകാൻ അവർക്ക് ഫാമിലി വിസ വരികയും അവർ ഒക്ടോബർ 10 കയറിപ്പോവുകയും ചെയ്തു. എനിക്ക് ഇത്രയേറെ അനുഗ്രഹം തന്ന കൃപാസനം അമ്മയ്ക്കും തിരുക്കുമാരനും 1 കോടി നന്ദി പറയുന്നു. ദൈവനാമം മഹത്വമുണ്ടാവട്ടെ. എൻ്റെ പേര് മേരി ഫിലിഷ്യ. ഞാൻ ട്രിവാൻഡ്രം വട്ടിയൂർക്കാവ് ലിറ്റിൽ ഫ്ലവർ ചർച്ചിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ 23/9/2021 ഉടമ്പടി എടുത്തിരുന്നു. 6 നിയോഗങ്ങളായിരുന്നു ഞാൻ വെച്ചിരുന്നത്. അതിൽ 6 എനിക്ക് അമ്മ മാതാവും ഈശോപ്പച്ചനും എനിക്ക് അത് അനുഗ്രഹങ്ങൾ തന്നായിരുന്നു. അതിൻ്റെ സാക്ഷ്യം പറയുന്നതിലേക്ക് വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ 1-ാമത്തെ നിയോഗം, എൻ്റെ മകള് MBBS കഴിഞ്ഞ് ഓസ്ട്രേലിയയിൽ പോവുകയായിരുന്നു. മാരേജ് കഴിഞ്ഞ് 2 വർഷമായിട്ടും ഓസ്ട്രേലിയൻ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ മീൻസ് PG എടുക്കാൻ വേണ്ടി 2 എക്സാം പാസ്സാവണം. അപ്പോൾ 2 വർഷം കൊണ്ട് ശ്രമിക്കുകയായിരുന്നു, നടന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കൃപാസന അമ്മയെക്കുറിച്ച് അറിഞ്ഞു. ഞാനിവിടെ വന്നു ഉടമ്പടി എടുത്തു. 90 ദിവസം കഴിഞ്ഞ് ഞാൻ അവിടെ പോയി. എന്നിട്ട് ഞാൻ മോളോട് പറഞ്ഞു, മക്കളെ നീ ഒരു കാര്യം ചെയ്യ്, നീ ധൈര്യമായിട്ട് എക്സാമിന് ഡേറ്റ് എടുക്ക്. സഞ്ചാരിയമ്മ എൻ്റെ കൂടെയുണ്ട്, അതിൻ്റേതായ ഫീലിങ്സൊക്കെ എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്, ധൈര്യമായിട്ട്. അപ്പം മോള് പറഞ്ഞു 2 വർഷം കൊണ്ട് ഞാൻ ട്രൈ ചെയ്യല്ലേ അമ്മേ, ഇനി ഞാൻ എന്താ ചെയ്യുകയെന്ന്. ഞാൻ പറഞ്ഞു വിശ്വസിച്ചാൽ നീ എൻ്റെ മഹത്വം കാണുമെന്ന് പറഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് അറിഞ്ഞവനായ ദൈവം ഉദരഫലം ദൈവത്തിൻ്റെ സമ്മാനമാണല്ലോ. അതുകൊണ്ട് മക്കളൊരു കാര്യം ചെയ്ത് ഡേറ്റ് എടുക്കാൻ. അങ്ങനെ ഡേറ്റ് എടുത്തു. എക്സാം കഴിഞ്ഞു. ഞാനപ്പോൾ ഫുൾ ഉപവാസത്തിലായിരുന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ജപമാല ചൊല്ലിയും അച്ഛൻ്റെ ടോക്ക് കേട്ടും സാക്ഷ്യങ്ങൾ കേട്ടും 24 hours ഞാൻ അങ്ങനെയായിരുന്നു. എക്സാം കഴിഞ്ഞ് വന്നു. പതിവിലും വളരെ എളുപ്പമായിരുന്നു എനിക്ക് എക്സാം എന്ന് പറഞ്ഞു. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞ് റിസൾട്ട് വന്നു. റിസൾട്ട് വരുന്നതിന് 2 ദിവസത്തിന് മുന്നേ മെസ്സേജ് വന്നു, വ്യാഴാഴ്ച 10 മണിക്ക് റിസൾട്ട് ഓപ്പൺ ആവുമെന്ന് മെസ്സേജ് വന്നു. അങ്ങനെ ഞങ്ങൾ വ്യാഴാഴ്ച പ്രാർത്ഥിച്ചു, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. അതിന് 2 ദിവസത്തിന് മുന്നേ ആയിട്ട് ഞങ്ങൾ അടുത്തുള്ള ഒരു മാതാവിൻ്റെ പള്ളിയിൽ പോവുമായിരുന്നു. അപ്പോൾ ആ പള്ളിയിൽ പോയിട്ട് വരണ വഴിയിൽ കാറിനകത്ത് വെച്ച് എനിക്ക് ചെറിയൊരു ഉറക്കം പോലെ വന്നു. പെട്ടെന്ന് ഒരു നമ്പർ 57 എന്ന്. അപ്പോൾ ഈ വണ്ടിക്കകത്ത് വലിയൊരു രൂപം ഇങ്ങനെ, ആദ്യം ഒരു ഷെയ്ഡാണ്, ഒരു നിഴലാണ് ഞാൻ കണ്ടത്. പിന്നെ പെട്ടെന്ന് മാതാവിൻ്റെ ആ രൂപം ഇങ്ങനെ വന്നു. അത് എങ്ങനെയാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല,
അത്ര ഒരു തേജസ്സോടെ ആയിരുന്നു. ഈ ഘടികാരത്തിൻ്റെ ഈ ഭാഗത്ത് പിന്നെ മാതാവിൻ്റെ എഴുതിയ 57 എന്നൊരു നമ്പർ. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ മാതാവേ, ഇനി ഈ 57 എന്ന നമ്പർ കൊണ്ട് ഒന്നും പറ്റത്തില്ല, ഇനിയും മാർഗ് അവശേഷിക്കുകയാണ്. അതുകൊണ്ട് അമ്മ തന്നെ സഹായിക്കണം, വേറെ ഞങ്ങൾക്ക് ആരുമില്ല അമ്മേ. എൻ്റെ അമ്മ സഞ്ചാരി അമ്മയല്ലേ, അമ്മ തന്നെ വിചാരിക്കണം, അല്ലാതെ എൻ്റെ മോൾ ഒരിക്കലും ഈ മെഡിക്കൽ ഫീൽഡിലേക്ക് എക്സാം എഴുതി പാസ്സാവാൻ പറ്റത്തില്ല, അമ്മ തന്നെ വരണം, അമ്മ തന്നെ ഇടപെടണം അമ്മയെന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. 10 മണിയായപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്തു. ഫസ്റ്റ് പേര് ഡോക്ടർ ലിയോണിയുടേതായിരുന്നു. മോള് 257. ഞാൻ അമ്മ എനിക്ക് കാണിച്ചു തന്ന അതേ മാർഗ് തന്നെ കിട്ടി. എൻ്റെ മോള് പാസ്സായി. ദൈവനാമം മഹത്വം ഉണ്ടാവട്ടെ. ഈശോയെ നന്ദി, ദൈവമേ നന്ദി. 2 വർഷം കൊണ്ട് ട്രൈ ചെയ്യുകയായിരുന്നു, കിട്ടിയില്ല. ഉടമ്പടിക്ക് ശേഷം കിട്ടിയ അനുഗ്രഹമാണ്. രണ്ടാമത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ എൻ്റെ മോൻ എയറോനോട്ടിക്കൽ കഴിഞ്ഞു.